ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അളിയൻ ലോകത്തില്ലാത്ത സകല അഭ്യാസങ്ങളും കാണിക്കും. പക്ഷെ അംബിക മാഡത്തിന്റെ അടുത്ത് അളിയന്റെ ഒരു വില നടക്കില്ല. എന്തെങ്കിലും ആവട്ടെ, അനുഭവിച്ച് കഴിഞ്ഞാലേ രാജു പഠിക്കൂ. മാഡം മാഡം ഈശ്വര, ഇങ്ങനെ എന്ന് സമാധാനമായിട്ട് വെള്ളമടിക്കാനുള്ള സാഹചര്യം നീ എന്നും എനിക്ക് ഒരുക്കി തരണേ. ഒരു ആശ്വാസത്തിന്റെ തീനാളം നെഞ്ചിലൂടെ അകത്തേക്ക് പോയ പോലെ. ദൈവമേ, ഉള്ള സമാധാനം പോയല്ലോ. ഇതിപ്പം ഇവിടെ വല്ല വേണ്ട, അടിയിരിക്കട്ടെ. എന്താ ഒറ്റയ്ക്ക് മുറി അടച്ചിട്ടിട്ട്? ഒന്നുമില്ല, കുറച്ചേരം ശാന്തമായിട്ടൊന്ന് ഉറങ്ങാന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഞാനുള്ളതാ നിങ്ങളുടെ ശാന്തതക്കേടല്ലേ? അങ്ങനെയല്ല, കുറച്ചേരം ഒന്നും ആലോചിക്കാതെ വെറുതെ ഒന്ന് കിടക്കാന്ന് വിചാരിച്ചു. ഇതിനകത്ത് കള്ളിന്റെ നാറ്റമുണ്ടല്ലോ. കള്ളോ? ഞാൻ കള്ളെ കണ്ടിട്ട് എന്റെ കാലങ്ങളായി. അപ്പൊ നിങ്ങൾ കുടിച്ചിട്ടില്ലേ? എന്തിനാ പ്രിയെ ഇങ്ങനെ നിരപരാധിയായ പാവത്തിനെ ഇങ്ങനെ ഇട്ട് പീഡിപ്പിക്കുന്നേ? ഈ പാപമൊക്കെ നീ എവിടെ കൊണ്ട് തീർക്കും? നിരപരാധിയായ മഹാപാവം ഒറ്റയ്ക്കിരുന്ന് പരിപ്പോടെ തിന്നുവാണല്ലേ? ഈ പരിപ്പോടെ ഒറ്റയ്ക്ക് തിന്നുന്ന രസമല്ലേ പ്രിയെ? നീ എന്താണ് എന്നെ ഇങ്ങനെ നോക്കുന്നത്? എടി, ഞാനിവിടെ കള്ളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അവിടെ ഇത് പിന്നെന്താ, പാലും കുപ്പിയോ? അയ്യേ, ഇതെന്ത് മറിമായം! ഇതെങ്ങനെ എന്റെ മുറിയിൽ വന്നു? അപ്പൊ നിങ്ങൾ ഇത് മേടിച്ചിട്ടുമില്ല, നിങ്ങൾ കുടിച്ചിട്ടുമില്ല. ഞാനിത് രണ്ടും ചെയ്തിട്ടില്ല. എന്ത് പോകരുതാണ് കാണിച്ചത്? എന്താ പ്രിയച്ചി ഉണ്ടേ? ഇങ്ങനെ കള്ളും കുപ്പിയും കൊണ്ടുവന്ന് ഇതിനകത്തിരുന്ന് കൂടി തുടങ്ങി. ഞാൻ ചോദ്യം ചെയ്തേനാ എന്നെ തല്ലിയത്. മേലിൽ മദ്യപിച്ചു പോകരുത്, ഭാര്യയോട് വഴക്കിടരുത്, ഭാര്യയും മകളെ സ്നേഹിച്ച് ജീവിക്കണം. കുടുംബം നോക്കാതെ, ഭാര്യയും കുഞ്ഞിനെയും നോക്കാതെ വീട്ടിൽ വന്നിരുന്ന് കള്ളു കുടിക്കുന്ന ഭർത്താവിന് മാപ്പ് കൊടുക്കരുത് ചേച്ചി. ഉപദേശിച്ചിട്ട് നന്നായില്ലെങ്കിൽ തല്ലി നന്നാക്കണം. കിട്ടിയാടി 10 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്ക് ചേച്ചി. മരണ വീട്ടിന്ന് അവര് വരും മുമ്പ് കൊടുക്ക് ചേച്ചി. ഇത് പിടിക്കേ ചേച്ചി. കള്ളുടിയന്മാരെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റൂ. അടി കിട്ടുമ്പോ നന്നായിക്കോളും. ചേട്ടൻ കള്ളുപ്പിയോണ്ടൊന്ന് റൂമിനകത്തിരുന്ന് കുടിക്കായിരുന്നു. അത് കണ്ട് പ്രിയച്ചിക്ക് ദേഷ്യം വന്നു. കൊടുത്തത് നന്നായി.
ഞാൻ കൊടുത്തിട്ട് നന്നായില്ല, ഇനി നീയെങ്കിലും കൊടുത്ത് നന്നാക്ക്. മോളെ അതെങ്ങനെ ശരിയാവും രാജു? ഒരു കാരണവശാലും ശരിയാവില്ല. അംബിക അമ്മയെ രാജുന് അറിയില്ലേ? അവര് ജേടിന് ജോലി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നല്ല ഉദ്ദേശത്തിലാകില്ല. ഈ വീട്ടിലെ രഹസ്യങ്ങൾ അറിയാനും എന്തെങ്കിലും പ്ലാനുകൾ തയ്യാറാക്കി നമ്മളെ ചതിക്കാനും ആയിരിക്കും. മാഡം അത് നോ ഡൗട്ട് രാജു, നോ ഡൗട്ട്. അവര് ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ചെയ്യുമെന്ന് രാജു വിചാരിക്കുന്നുണ്ടോ? അതിന് ഞാൻ അവിടെ ഇല്ല മാഡം. എന്ത് കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയാലും എനിക്ക് മനസ്സിലാവില്ലേ? അതിന് രാജു ഏത് സമയത്തും അംബിക അമ്മയോടൊപ്പമാണോ? അല്ല, രാജു ജോലി ചെയ്യുന്നത് അച്ഛനോടൊപ്പവും അച്ഛന്റെ ഓഫീസിലും അല്ലേ? അതൊക്കെ ശരി തന്നെയാ. പക്ഷെ ഇനി അളിയനെ പിൻവലിച്ച അത് നമ്മൾ പറഞ്ഞിട്ടാണെന്ന് അവർക്ക് മനസ്സിലാവും. മാത്രമല്ല, വർമ്മ സാറിനോട് കൂടി അംബിക മാഡം ചോദിച്ചിട്ടാ അളിയൻ അവിടെ ജോലി കൊടുത്തത്. ആ ജോലി ഇനി വേണ്ടെന്ന് വെച്ചാ അത് സാറിനെ കളിയാക്കുന്നതിന് തുല്യാവില്ലേ? അച്ഛനോട് മറ്റെന്തെങ്കിലും നുണ പറയണം. ചേട്ടന് ജോലി ചെയ്യാൻ താല്പര്യമാണെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങൾ ഏതെങ്കിലും ഒന്നില് ജോലി കൊടുത്തൂടെ? എന്തായാലും ഇതുവരെ എത്തിയില്ലേ മാഡം. അളിയൻ പോട്ടെ, എങ്ങനെ വരുമെന്ന് അറിയാലോ. അളിയൻ ലോകത്തില്ലാത്ത സകല അഭ്യാസങ്ങളും കാണിക്കും. പക്ഷെ അംബിക മാഡത്തിന്റെ അടുത്ത് അളിയന്റെ ഒരു വില നടക്കില്ല. എന്തെങ്കിലും ആവട്ടെ, അനുഭവിച്ച് കഴിഞ്ഞാലേ രാജു പഠിക്കൂ. മാഡം, മാഡം അയ്യോ. ഉഫ്. ആ. 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 ക്ഷമിക്ക് ജയേട്ടാ. ജയേട്ടനെ തല്ലിയതില് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്. നീ സങ്കടപ്പെടേണ്ട പ്രിയേ, നീ ചെയ്തതാ ശരി. എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട് ജയേട്ടാ. എന്തൊരു കുറ്റബോധം? നീ ഇത് വളരെ നേരത്തെ ചെയ്യേണ്ടതല്ലായിരുന്നു.